ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാഡ് ബ്രീത്ത് അഥവാ വായ്നാറ്റം തടയാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പല കാരണങ്ങളാണ്. നമ്മുടെ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, ഗ്യാസിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, ദഹന പ്രശ്നങ്ങളുള്ളവർക്ക് തീർച്ചയായിട്ടും വായ്നാറ്റം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡയബറ്റിക് ഉള്ളവർക്ക് വായ എപ്പോഴും ഡ്രൈ ആവുകയും ആ ഒരു രീതിയിൽ നമ്മൾ ഈ വായ്നാറ്റത്തിൻ്റെ പ്രശ്നം അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലൊരു പരിഹാരമാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നമുക്ക് ഓരോ ടിപ്സിലേക്കും പോവാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്യുക. പണ്ട് കാലം മുതലേ തൊണ്ടവേദന വന്നാലും അതുപോലെ തന്നെ വായ്നാറ്റം, പല്ലുവേദന, ഇതിനെല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു ഒറ്റമൂലിയാണ് നമ്മൾ ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്യുക എന്നുള്ളത്. തിളപ്പിച്ച വെള്ളം ഒരു ഇളം ചൂടാവുമ്പോൾ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. അതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് കഴിയുന്നത്ര സമയം നമ്മൾ വായിൽ കൊണ്ടുപിടിക്കുക, അതായത് ഗാർഗിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വായിലെ ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടാനായിട്ട് നല്ലതാണ്. ഇഞ്ചി നീരും തേനും കൂടി മിക്സ് ചെയ്തിട്ട് ബ്രഷ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു മൗത്ത് വാഷ് പോലെ വായിൽ ഒരല്പം നേരം വയ്ക്കുന്നതും ഒക്കെ വായ്നാറ്റം അകറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വെറും 3 മിനിറ്റ് വെച്ചാൽ മതി, വായിൽ കൊണ്ടാൽ മതി. സാധിക്കുന്ന അത്ര സമയം വയ്ക്കുക. അതിനുശേഷം നമ്മളത് തുപ്പിക്കളയുക. അതിനുശേഷം നമുക്കൊരു ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് വായ കഴുകാവുന്നതാണ്. ആ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പല്ല് ക്ലീൻ ആകാനും അതുപോലെ തന്നെ വായിലെ ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒക്കെ മാറിക്കിട്ടാനും ഒക്കെ നല്ലതാണ്. ഓറൽ ഹെൽത്തിന് കംപ്ലീറ്റ് ആയിട്ട് നല്ലതാണ് ആ ഒരു ഹോം റെമഡി. എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് നമ്മുടെ ഇഞ്ചി അല്ലേ. അപ്പോൾ ഒരല്പം ഇഞ്ചി നീരെടുക്കുക. അതിനുശേഷം കുറച്ച് തേനും കൂടി എടുക്കുക. ഏകദേശം ഈക്വൽ അളവിലെടുത്താൽ മതി. ഒരുപാട് എടുക്കേണ്ട, കുറച്ചെടുത്താൽ മതി കേട്ടോ. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടും. ചുക്കാണ്, ഇഞ്ചി ഉണക്കി പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇത് നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ച് പൊടിപ്പിച്ചെടുക്കാം. അതിപ്പോൾ നമ്മൾ 1/2 സ്പൂണാണ് എടുക്കുന്നത്. നമ്മൾ ഏത് അളവിലാണ് എടുക്കുന്നതെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ എടുത്ത അത്രയും തന്നെ ഉപ്പും കൂടി ചേർക്കുക. പൊടിയുപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏത് പേസ്റ്റിനേക്കാളും നല്ല ഗുണമുള്ള ഒന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വായ്നാറ്റത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഹോസ്റ്റലിലൊക്കെ പോകുന്ന കുട്ടികൾക്കാണെങ്കിലും ഒക്കെ നമുക്ക് ഇതേപോലെ തന്നെ ഒരു ടിന്നിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഒരു ഉണങ്ങിയ സ്പൂൺ ഉപയോഗിച്ചിട്ട് എടുത്താൽ മതി. നനഞ്ഞ സ്പൂണാണെങ്കിൽ ഇതിപ്പോൾ നനഞ്ഞ് ചീത്തായി പോവും. അത് ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. ഒരു ഉണങ്ങിയ സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു 1/2 സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനായി. നമ്മൾ ഇതേപോലത്തെ 3 പേരയിലാണ് നമ്മൾ ഇപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് മൂത്ത പേരയില എടുക്കരുത് കേട്ടോ ഈ ഒരു റെമഡി തയ്യാറാക്കുമ്പോൾ. അതേപോലെ തന്നെ 2 ഗ്രാമ്പൂ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഈ വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഒരു കാര്യം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പേരയില ആദ്യം തന്നെ നമ്മൾ കഴുകി വേണം എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ അതിൽ വല്ല പൊടിയോ വെള്ള കളറിൽ ഇതൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് 2 സൈഡും കഴുകിയിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ അടുത്തായിട്ട് നമ്മൾ കുറച്ച് ഉപ്പാണ് എടുത്തിരിക്കുന്നത്. കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പ് എടുക്കുക. ഈ ഉപ്പ് ആഡ് ചെയ്യുന്നത് ഒരു ഓപ്ഷണലാണ്. പ്രത്യേകിച്ച് പ്രഷറുകാർ, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഉപ്പ് കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളവർ ഇത് ആഡ് ചെയ്യേണ്ട. മറ്റ് 2 ഇൻഗ്രീഡിയൻസ് മാത്രം ഇപ്പോൾ ചേർത്താൽ മതി. ആ ഒരു രീതിയിൽ ഇപ്പോൾ നമ്മളിവിടെ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് മോണയ്ക്കും അതുപോലെ തന്നെ പല്ലിനും ഒക്കെ നല്ലതാണ്. ഇപ്പോൾ വായ്നാറ്റമൊക്കെ അകറ്റാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണിത്. ഇപ്പം നമ്മുടെ പേരയിലയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വരുന്നത്, ഫുള്ളായിട്ട് ഈ ഒരു പച്ചപ്പ് മാറണം. ആ ഒരു രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇത് പേരയിലയും ഈ പറയുന്ന ഗ്രാമ്പുവും ചേർന്നിട്ടുള്ള ഈ ഒരു മിക്സിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു വാട്ടർ നമ്മൾ ഗാർഗിൾ ചെയ്യാനായിട്ട്, വായിൽ കൊള്ളാനായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വായിൽ എന്തെങ്കിലും മുറിവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അപ്പോൾ വായിൽ അൾസർ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉത്തമമായിട്ടുള്ളൊരു പ്രതിവിധിയാണ്. അപ്പോൾ വായ്നാറ്റം പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു സൊല്യൂഷനാണ്. വായിലെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന വായ്നാറ്റം കംപ്ലീറ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ മാറിക്കിട്ടും.
നമ്മൾ വലിയ പൈസ കൊടുത്തിട്ട് നമ്മൾ മൗത്ത് വാഷൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ്. ഇത് നമ്മുടെ മോണയെ ശക്തമാക്കാനായിട്ട് ബലപ്പെടുത്താനായിട്ട് സഹായിക്കും. പല്ലിനെയും മോണയും ഒക്കെ ബലപ്പെടുത്താനായിട്ട് നല്ല ഒന്നാണ് നമ്മുടെ ഈ ഒരു ഹോം റെമഡി. അപ്പോൾ നമ്മുടെ വായിലുള്ള മോശമായിട്ടുള്ള ബാക്ടീരിയയൊക്കെ കൊല്ലുകയും ആ ദ്വാരം വീഴുന്ന അവസ്ഥയൊക്കെ പല്ലിനുണ്ടാകുന്നതൊക്കെ തടയാനായിട്ടും ഇത് നല്ലതാണ്. പേരയില്ലാതെ കിളിന്തല നമ്മൾ വായിലിട്ട് ചവയ്ക്കുന്നതൊക്കെ കൊള്ളാം. മോണ വീക്കം, അതുപോലെ തന്നെ പല്ല് ഇളകിയിരിക്കുന്ന അവസ്ഥ, ഇതിനുമൊക്കെ നല്ലൊരു പ്രതിവിധിയാണ് നമ്മുടെ പേരയിലെ വെള്ളം ഗാർഗിൾ ചെയ്യുക എന്നുള്ളത്. ഡെയിലി ചെയ്യുക, യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തതാണ്. ഇത് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും പറ്റിയ സമയം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഒന്ന് ഇളം ചൂടാകുന്ന സമയത്ത് വേണം ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഉപയോഗിക്കാം. ബ്രഷ് ചെയ്തതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. പേരയിലയൊന്നും കിട്ടാത്തവർക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ആയുർവേദിക് മൂലികകൾ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ഹോം റെമഡി എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഔഷധങ്ങൾ മാത്രമാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കറുവാപ്പട്ട ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, ഏലക്ക ഒരെണ്ണം, ഗ്രാമ്പു 2 എണ്ണം, ഒരൽപ്പം പെരുംജീരകം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഹോട്ടലിലൊക്കെ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോൾ അവിടെ പെരുംജീരകം വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ അത് വായുനാറ്റത്തിനും അങ്ങനെയുള്ള ബാഡ് സ്മെല്ലിനൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മളിവിടെ കുറച്ച് വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒരു 1.5 ഗ്ലാസ് വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കാം. അത് ഒന്നിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കൊരു 3-4 മിനിറ്റ് ഇതേപോലെ തന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക, അതാണ് വേണ്ടത്. അതിനുശേഷം നമുക്കിത് തീ ഓഫ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് നമുക്ക് ഒന്നിച്ച് ഗാർഗിൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കണമെന്നില്ല. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ രാത്രിയും ഉച്ചയ്ക്കും വൈകുന്നേരം ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്താൽ മതി. അതായത് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ ഗാർഗിൾ ചെയ്യുന്നത് വായുനാറ്റത്തെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ടും നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. നമ്മളിവിടെ കുറേ ടിപ്സുകൾ കാണിച്ചു, എങ്കിലും എല്ലാം കൂടിയിട്ട് ഉപയോഗിക്കാനല്ല കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാം കൂടിയിട്ട് നമ്മൾ ഒരാൾ ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് ഏതാണോ നമുക്ക് കൂടുതൽ എളുപ്പം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത് ഉപയോഗിച്ചിട്ട് അതനുസരിച്ച് നമ്മൾ ഉപയോഗിച്ചാൽ മതി. എല്ലാവർക്കും ഉപ്പ് ചേർത്തുള്ളത് യൂസ്ഫുൾ ആയിരിക്കില്ല, കാര്യം പ്രഷർ കാര്യങ്ങളുള്ളവർക്ക് അത് പ്രശ്നമാകും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓൾട്ടർനേറ്റീവ് കൂടി കാണിക്കുന്നത് കേട്ടോ. ഇത് സൂപ്പറാണ്. ഏതു തരം ബാഡ് ബ്രീത്ത് ആണെങ്കിലും പെട്ടെന്ന് മാറ്റാൻ സഹായിക്കുന്ന അക്യുപ്രഷർ രീതി നമുക്കിനി കാണാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ചൂണ്ടുവിരലിൻ്റെ ഫസ്റ്റ് ജോയിൻറ്റിൽ നമ്മളൊന്നൊരു മാർക്ക് ചെയ്യുക. അവിടെയാണ് നമ്മൾ മസാജ് കൊടുക്കേണ്ടത്. ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുക. ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നമ്മളൊന്ന് റിലാക്സ്ഡ് ആവുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ 2 കൈയിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഉലുവ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒരു പ്ലാസ്റ്റർ കൊണ്ടിട്ട് ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ ഒരു ചെറിയ ഒരു പ്രഷർ നമുക്ക് അവിടെ കിട്ടും. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നതും ബാഡ് ബ്രീത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് ബ്രഷ് ചെയ്യണം എന്നുള്ളതാണ്. രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ബ്രഷ് ചെയ്യുന്ന ശീലം ഇല്ലാത്തവർക്കാണ് ഈ ഒരു പ്രശ്നമെങ്കിൽ ആ ഒരു ബ്രഷിങ്ങിലൂടെ നല്ലൊരു രീതിയിൽ ഡെയിലി ബ്രഷ് ചെയ്യുന്നതിലൂടെ ഈ ഒരു പ്രശ്നം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ടങ് ക്ലീനർ ഉപയോഗിച്ചിട്ട് നാക്ക് വടിക്കുക കൂടി ചെയ്യുക. ഇതും രാവിലെയും വൈകുന്നേരവും ലൈറ്റായിട്ട് ചെയ്താൽ മതി, ഒരുപാട് സമയമെടുത്തൊന്നും ചെയ്യേണ്ട. ചെറിയ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം അകറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടാണെങ്കിൽ വയറിൻ്റെ പ്രശ്നങ്ങൾ ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ കൺട്രോൾ ആവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണാനായിട്ട് മടിക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ള കൊച്ചു കൊച്ചു ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.